അടിച്ചാണല്ലോ. അയ്യോ, ഇയാളത് ഗൾഫിൽ നിന്ന് വന്ന കാണാത്ത പോലത്തേക്ക് ഇല്ലെങ്കിലുള്ള തള്ളു മുഴുവൻ കേൾക്കേണ്ടി വരും. ആ എടാ സോമ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന വണ്ടിക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും നീ ഒരു 4 സിഗരറ്റ് മേടിക്ക്. ഇതാ ആടനല്ലേ? ഗൾഫിലൊക്കെ ഇപ്പൊ യുദ്ധമല്ലേ, സിഗരറ്റ് ഒന്നും കിട്ടാനില്ല. വണ്ടിയില്ലേ കരട് കയറിയതാന്ന് തോന്നുന്നു. അല്ല ചേട്ടന് തന്നു. ഞാനേ ഒന്ന് വർക്ക്ഷോപ്പിൽ പോയി മിട്ടുവിനെ വിളിച്ചിട്ടോട്ടെ, എന്നാലും ശരിയാവുള്ളൂ. അതിന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ, അവരിവിടെ വന്ന് നന്നാക്കിയല്ലേ. അതുവരെ നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. നീ ഇവിടെ നിൽക്ക്. തള്ളുഭാസ്കരൻ ചേട്ടനല്ലേ നിൽക്കുന്നത്? ഗൾഫിലൊക്കെ യുദ്ധമല്ലേ, ഇയാളിതെങ്ങനെ വന്നു? ഒടുക്കത്തെ തള്ളുകാരൻ കാട്ടറമ്പ് ഓടിച്ചു വിട്ടതായിരിക്കും. അയാളുടെ കണ്ണിപ്പെടാണ്ട് രക്ഷപ്പെടേണ്ടത് നല്ലത്. ശരിയാ, മക്കളെയും വീട്ടുകാരെയും പറ്റി പൊങ്ങച്ചം പറഞ്ഞ് തല പൊട്ടിച്ച് കളയും. ഈ ചാടാക്ക് വണ്ടി വാങ്ങണതിന് മുമ്പ് എന്റെ മകൻ സതീഷിനോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയതുകൊണ്ട് പറയല്ല, അവൻ ഒരു വണ്ടി സെലക്ട് ചെയ്താൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ആ വണ്ടിക്ക് കേടുവരില്ല. അത്ര മിടുക്കനാണ്. എന്റെ മകനായതുകൊണ്ട് പറയല്ല. സതീഷിന്റെ വാക്ക് കേട്ട എന്റെ വീടിന്റെ അടുത്തുള്ള സുമേഷ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത് 6 മാസം കഴിഞ്ഞില്ല. ഇപ്പൊ തൊഴുത്തിലിരിക്കും. അവന്റെ അമ്മ മഴയത്ത് തുണി ഉണങ്ങാൻ വിരിക്കണേ അതിന്റെ പുറത്താ. കമ്മീഷൻ കിട്ടാൻ വേണ്ടിട്ട് നാട്ടുകാരിങ്ങനെ പറഞ്ഞു പറ്റിക്കരുതെന്നും മോനോടൊന്ന് പറയണം. നേരം പറയാനുണ്ട്. ഇപ്പൊ ഞാനൊന്ന് വർഷോപ്പ് പോയിട്ട് വരാം. പണിത്തിരക്കാണെങ്കിലേ അവന്മാർ വിളിച്ച ഫോൺ അടിക്കാന. പാക്കറി ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടായിരുന്നു. ഇന്നാണോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണത്? എത്ര ദിവസം ലീവുണ്ട്, എന്നാ തിരിച്ചു പോണത് എന്നുകൂടി തിരക്കിയാൽ അവധിക്ക് വരുന്ന ഒരു ഗൾഫുകാരനോട് ചോദിക്കുന്ന മിനിമം എല്ലാ ചോദ്യങ്ങളും ആയി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നീ എന്താ ഇന്നലെ വൈകിട്ട് വലിയ ബഹളമായിരുന്നല്ലോ? എന്റെ പയ്യനുമായിട്ടായിരുന്നു. അവരൊന്ന് കൺട്രോൾ ചെയ്താ. ഈയിടെയായിട്ട് അവന് രാത്രി കറക്കം ഒരു അഴുക്ക കൂട്ട് കിട്ടുക. നമ്മൾ കൺട്രോൾ ചെയ്യണ്ടായോ? ചേട്ടൻ പറ, അത്രേ ഉണ്ടായുള്ളൂ. അത് വേണം. ഭാഗ്യത്തിന് എന്റെ പിള്ളേരും മര്യാദക്കൊക്കെ നടക്കുന്നു. കറക്കവും അനാവശ്യ കൂട്ടുകെട്ടും ഒന്നുമില്ല. മൂത്തവനാണെങ്കിൽ ആരാ പറഞ്ഞ? മൂത്താൻ സതീഷ് തന്നെ ഒരു കറക്ക് കമ്പനി എന്നാ പറയുന്നത്. പോരാത്തതിന്റെ തയ്യക്കാരി സുമദ്രയുടെ മോട്ടോടെ നടപ്പും കോടതിയാണ് നാട്ടുകാർ പറയണത്. ഇളയവനാണെങ്കിൽ കൂട്ടും കൂടി ഇവിടെ അവിടുത്തെ വീടുണ്ടല്ലോ, ആ താമസയിലത്തെ ആ കാവിന്റെ അടുത്തുള്ള വീടില്ലേ, അവിടെയാണ് ക്യാമ്പ്. കഞ്ചാവ് MDMA എല്ലാം ഉണ്ടെന്നാ പറയണ കേട്ടത്. ഇപ്പൊ നിയന്ത്രിച്ച രക്ഷയുണ്ട്. എന്താ ഒരു വിഷമം പോലെ? മക്കളുടെ കാര്യം ഓർത്തിട്ടാണോ? പുതിയ തലമുറയല്ലേ, പിള്ളേരുടെ ഓരോ കുസൃതികൾ നിയന്ത്രിക്കണം. പക്ഷെ പിള്ളേര് മിടുക്കന്മാരാ. അവന്മാര് ഒന്ന് നിർത്താവോ? ചേട്ടന് ഇങ്ങനെ ആവശ്യമില്ലാതെ നാട്ടുകാരോട് പിള്ളേരെ പൊക്കി പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതാ. ഞാൻ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നതുകൊണ്ടാണ് അവന്മാരുടെ കുഴപ്പങ്ങൾ നാട്ടുകാരിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അറിഞ്ഞാലല്ലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതും ശരിയാ. നിനക്കൊരു കാര്യം അറിയാവോ? നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അറിയുന്നത് നമ്മളായിരിക്കും. ഏറെക്കുറെ ശരിയാണ്. പക്ഷെ എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നങ്ങളുണ്ട്, ആരും പറയാത്തതാ. അതുകൊണ്ട് നീ അറിയുന്നില്ല. വെറുതെ ഇല്ലാത്തതിനെ കുറിച്ച്. നിന്റെ അമ്മാവന്റെ മകളില്ലേ, അവളിപ്പോ എന്ത് ചെയ്യുന്നു? അവള് ടൗണിലല്ലേ, എഞ്ചിനീയറിംഗ് പഠിക്കണം. അവളെ പറ്റി അപവാദം പറയാനാണ്. അത് മാത്രം നടക്കില്ല. അവളുടെ നല്ല കൊച്ച് ഈ നാട്ടിൽ കാണില്ല. ആമ്പിള്ളേരുടെ മുഖത്ത് പോലും നോക്കിയല്ല. വീട് പഠിത്തം, വീട് പഠിത്തം, അത് മാത്രമാണ് അവളുടെ. എന്നാൽ നല്ലത്. ചേട്ടൻ എന്താന്ന് വെച്ചാ കാര്യം പറ. അല്ല, നമ്മുടെ രാജേഷ് എന്നെ വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. അവൻ ടൗണിലൊരു ഓട്ടം പോയതാ. ഗ്യാപ്പ് വന്നപ്പോ ഒരു സിനിമയ്ക്ക് കയറി. അതിന് നിന്റെ അമ്മാവന്റെ മകളും ഒരു ഫ്രീക്കൻ ചേർക്കാനും കൂടി സിനിമയ്ക്ക് കയറിയിട്ടുണ്ട്. അത് പറയാനാണ് രാജേഷ് എന്നെ വിളിച്ചത്. ഇപ്പൊ ചെന്നാൽ കയ്യോടെ പോക്കാം. സത്യമാണത്? നീ രാജേഷെ വിളിച്ചു ചോദിക്കും, അവനവിടെ ഉണ്ടല്ലോ. വെറുതെ വെക്കണ്ട, പടം 2-2.5 മണിക്കൂറുണ്ട്.